പരിശുദ്ധനായ ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പ്രാർത്ഥിക്കുന്നു. മനുഷ്യരെ സൃഷ്ടിച്ച് പരിപാലിക്കുകയും മനുഷ്യരുടെ വിശുദ്ധി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും അവരെ ഏക ശരീരമായി ദൈവമായ കർത്താവ് സൃഷ്ടിക്കുകയും ചെയ്തു. ഒരു പുരുഷൻ തനിയെ പൂർണ്ണനല്ല, ഒരു സ്ത്രീ തനിയെ പൂർണ്ണയല്ല. കാരണം പുരുഷനും സ്ത്രീയും കൂടെ ചേരുമ്പോഴാണ് വീണ്ടും അടുത്ത തലമുറ ജനിക്കുന്നത്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ജനിക്കുന്നത്. ദൈവമായ കർത്താവ് പറയുകയാണ് മലാക്കി പ്രവാചകനിലൂടെ 2-ാം അധ്യായം 15-16 തിരുവചനങ്ങളിൽ പറയുകയാണ്, ഏക ശരീരവും ഏകാത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് വിശുദ്ധരായ മക്കളല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? വിശുദ്ധരായ മക്കളെ നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവമായ കർത്താവ് വീണ്ടും നമ്മോട് അരുളി ചെയ്യുകയാണ്, വിവാഹമോചനത്തെ കർത്താവ് വെറുക്കുന്നു. വിവാഹമോചനത്തിന് ശേഷം ഒരു പുരുഷന് സ്ത്രീയെ കിട്ടാം, ഒരു സ്ത്രീക്ക് പുരുഷനെ കിട്ടാം, ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും കിട്ടാം. പക്ഷേ നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളെ ലഭിക്കില്ല. ആ കാരണത്താൽ തന്നെ ദൈവമായ കർത്താവ് കൽപ്പിക്കുകയാണ്, വിവാഹമോചനത്തെ കർത്താവ് വെറുക്കുന്നു. കാരണം നമുക്ക് ജനിക്കുന്ന മക്കൾ വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ, വിശുദ്ധരായി വളരണമെങ്കിൽ, വിശുദ്ധരായി ദൈവത്തെ ആരാധിക്കണമെങ്കിൽ, വിശുദ്ധരായി സ്വർഗത്തിലെത്തണമെങ്കിൽ അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെ വിശുദ്ധരായ മക്കളെ ആഗ്രഹിക്കുന്ന ദൈവമായ കർത്താവ് കൽപ്പിച്ചു, വിവാഹമോചനത്തെ കർത്താവ് വെറുക്കുന്നു. ഇപ്രകാരം ദൈവം വെറുക്കുന്ന മ്ലേച്ഛതകളിൽ അകപ്പെട്ടു പോയ ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാം. ലോകത്തിലെ സകല ദമ്പതികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.